الحمد لله الواحد القهار غافر الذنب وقابل التوبة شديد العقاب المتفرد بالبقاء والدوام والمتفضل على عباده بالإحسان والإنعام أحمده حمد من قال ربي الله ثم استقام الصلاة والسلام على رسوله المصطفى الذي بلغ الرسالة وأدى الأمانة ونصح الأمة وجاهد في الله حق جهاده وعلى آله وصحبه أجمعين أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد مصطفى صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله السميع العليم من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم وعد الله المنافقين والمنافقات والكفار نار جهنم خالدين فيها هي حسبهم ولعنهم الله ولهم عذاب مقيم. സ്നേഹമുള്ള സത്യവിശ്വാസികളെ സഹോദരീ സഹോദരന്മാരെ, സർവശക്തനായ അള്ളാഹു അവന്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും സദാ നമ്മിലെല്ലാം വർഷിക്കുമാറാവട്ടെ. അള്ളാഹുവിന്റെ വിധിവിലക്കുകളെയും നിയമനിർദ്ദേശങ്ങളെയും ജീവിതത്തിന്റെ എല്ലാ രംഗങ്ങളിലും അനുഷ്ഠിച്ചും പാലിച്ചും ഓരോ കാലടിയും മുന്നോട്ട് വെക്കണമെന്ന് ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. സർവശക്തനായ അള്ളാഹു അവന്റെ വിധിവിലക്കുകളെയും നിയമനിർദ്ദേശങ്ങളെയും അനുസരിച്ചും പാലിച്ചും ജീവിക്കുന്ന നല്ല വിശ്വാസികളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാണ്. വിശ്വാസ രംഗത്ത് സംഭവിക്കുന്ന ഏറ്റവും വലിയ അപജയമാണ് കാപട്യം എന്ന് പറയുന്നത്. കപടവിശ്വാസികൾ എന്നും ഇസ്ലാമിന്റെ ശത്രുക്കളായിരിക്കും. അതുകൊണ്ട് തന്നെ മുശ്രിക്കുകളെക്കാൾ ക്രൂരമായി നരകത്തിൽ ശിക്ഷിക്കപ്പെടുന്നവർ എന്നുള്ളതുകൊണ്ട് നരകത്തിന്റെ ഏറ്റവും അടിത്തട്ടിൽ ശിക്ഷിക്കപ്പെടുന്നവർ എന്ന് പരിശുദ്ധ ഖുർആൻ എടുത്തു പറഞ്ഞതുകൊണ്ട് അതീവ ജാഗ്രതയും ശ്രദ്ധയും നിഫാഖിനെ സംബന്ധിച്ചിടത്തോളം വിശ്വാസികൾക്ക് ഉണ്ടാവേണ്ടതുണ്ട്. അബീ മുലൈക റഹ്മഹുല്ല പറഞ്ഞതുപോലെ സ്വഹാബികളുടെ കൂട്ടത്തിൽ 10-30ഓളം വരുന്ന സ്വഹാബികളുമായി സഹചരിച്ചും സഹകരിച്ചും ജീവിക്കാൻ എനിക്ക് അവസരം കിട്ടിയിട്ടുണ്ട്. അവരെല്ലാവരും കപടവിശ്വാസത്തെ ഭയപ്പെടുന്നവരായിരുന്നു എന്നാണ്. ഹുദൈഫത്തുൽ യമാനി റളിയല്ലാഹു അൻഹുവിന്റെ കയ്യിൽ കപടവിശ്വാസികളുടെ ലിസ്റ്റ് റസൂലുള്ള കൊടുത്തിട്ടുണ്ട് എന്നറിഞ്ഞപ്പോൾ സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട ഉമർ റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള ആളുകളടക്കം ഓടിച്ചെന്ന് ആ കൂട്ടത്തിൽ തന്റെ പേരുണ്ടോ എന്ന് പരിശോധിക്കുമാറ് കപടവിശ്വാസത്തെ ഭയപ്പെട്ടവരാണ് സ്വഹാബികൾ എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഇന്നൽ മുനാഫിഖീന ഹുമുൽ ഫാസിഖൂൻ, കപടവിശ്വാസികൾ തമ്മാടികളാണ്, അധർമ്മികളാണ് എന്നാണ് ഖുർആൻ അവർക്കു നൽകിയ ചാപ്പ. ഇന്നൽ മുനാഫിഖീന ഫി ദർക്കിൽ അസ്ഫലി മിനന്നാർ, നരകത്തിന്റെ ഏറ്റവും അടിത്തട്ടിലാണ് കപടവിശ്വാസികൾ ഉള്ളത് എന്ന് അള്ളാഹു അതിശക്തമായി ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ബശ്ശിരിൽ മുനാഫിഖീന, കപടവിശ്വാസികൾക്ക് സുവിശേഷം അറിയിച്ചേക്ക്, ബി അന്ന ലഹും അദാബുൻ അലീം, വേദനാജനകമായ നരകശിക്ഷ അവരെ കാത്തിരിക്കുന്നു എന്ന്. വഅദല്ലാഹുൽ മുനാഫിഖീന വൽ മുനാഫിഖാത്തി വൽ കുഫാർ, കപടവിശ്വാസികളായ ആണുങ്ങളും കപടവിശ്വാസികളായ പെണ്ണുങ്ങളും അവിശ്വാസികളും അവർക്ക് അള്ളാഹുവിന്റെ ഒരു ഓഫറുണ്ട്.
നാറ ജഹന്നം, അത് നരകത്തിന്റെ അഗ്നിയാണ്. ഖാലിദീന ഫീഹ, അവരതിൽ നിത്യവാസികളായിരിക്കും. ഹിയ ഹസ്ബുഹും, അതവർക്ക് മതിയൊത്തതാണ്. വലഅനഹുമുല്ലാഹ്, അല്ലാഹു അവരെ ശപിച്ചിരിക്കുന്നു. വലഹും അദാബും മുഖീം, ഒരിക്കലും രക്ഷപ്പെടാൻ കഴിയാത്ത വിധത്തിലുള്ള ശിക്ഷ അവർക്ക് വരാനിരിക്കുന്നു എന്ന് അവരോട് വാഗ്ദാനം പറഞ്ഞേക്ക് എന്നും പരിശുദ്ധ ഖുർആനിലെ സൂറത്തു തൗബയുടെ 68-ാമത്തെ വചനത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. അത്രമേൽ നരകം കൊണ്ടും ശാപം കൊണ്ടും ശിക്ഷ കൊണ്ടും താക്കീത് പറയപ്പെട്ടിട്ടുള്ളവരാണ് മുനാഫിക്കുകൾ എന്നുള്ളത് കൊണ്ട് തന്നെ എന്താണ് നിഫാഖ്, ആരാണ് മുനാഫിക്ക് എന്ന് പഠിക്കാൻ നമുക്ക് ബാധ്യതയുണ്ട്. നിഫാഖ് 2 വിധത്തിലാണ്. ഒന്ന് നിഫാഖു അമലി, മറ്റൊന്ന് നിഫാഖു ഇഅ്തിഖാദി. കപട വിശ്വാസം കർമ്മരംഗത്ത് കാണപ്പെടും, വിശ്വാസരംഗത്ത് കാണപ്പെടും. കർമ്മരംഗത്ത് കാണപ്പെടുന്ന കാപട്യം എന്നുള്ളത് കൊണ്ട് ഒരാൾ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുകയില്ല. മറിച്ച് അയാളുടെ കർമ്മം സ്വീകരിക്കപ്പെടാതിരിക്കാനും അയാളൊരു യഥാർത്ഥ വിശ്വാസരംഗത്ത് കപടവിശ്വാസിയായി മാറാനും ആ ലക്ഷണങ്ങൾ മതിയായതാണ്. ഒരു വ്യക്തി അത്തരം ഒരു അടയാളമായി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പരിശുദ്ധ ഖുർആനിലൂടെ നമ്മെ പഠിപ്പിച്ചത് അത്തരക്കാരായ ആളുകളിൽ കാണപ്പെടുന്ന ചില സ്വഭാവങ്ങൾ, അവർ നമസ്കാരത്തിന് വന്നാൽ അലസന്മാരായി വരും എന്നതാണ്. അലസന്മാരായി വന്നെത്തുകയും നമസ്കരിക്കുകയും അതൊരു യാന്ത്രിക കർമ്മമായി മാറുകയും ചെയ്യുന്ന കാപട്യം കർമ്മരംഗത്ത് ചിലരിൽ കാണപ്പെടാറുണ്ട്. അത്തരക്കാരായ ആളുകൾ ഈ കർമ്മരംഗത്ത് കാണപ്പെടുന്ന കാപട്യത്തിന്റെ ഉദാഹരണങ്ങളാണ് എന്നതാണ്. എന്നാൽ വിശ്വാസരംഗത്ത് കപടവിശ്വാസം വന്നു ചേരാം. വിശ്വാസരംഗത്ത് കാണപ്പെടുന്ന കാപട്യം ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹ്മഹുല്ല, ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹ്മഹുല്ല തുടങ്ങിയവർ ഖുർആനിന്റെയും ഹദീസിന്റെയും അടിസ്ഥാനത്തിൽ വിശ്വാസരംഗത്ത് കാണപ്പെടുന്ന കാപട്യങ്ങളെ വിശദീകരിക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. അതിലൊന്ന് തക്ദീബുർ റസൂൽ. 6 കാര്യങ്ങളിൽ ഒരു വ്യക്തി ഉണ്ടെങ്കിൽ അയാൾ 916 കപടവിശ്വാസിയാണ്. ഒന്ന് തക്ദീബുർ റസൂൽ, അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കളവാക്കുക എന്നതാണ്. വിശ്വാസ കാര്യങ്ങളിൽ അയാൾക്ക് ശരിയായ വിശ്വാസമൊന്നുമില്ല. പരലോകമുണ്ടെന്നൊന്നും ഇതുവരെ ഉറപ്പായിട്ടില്ല. സംഭവിക്കുകയാണെങ്കിൽ സംഭവിക്കട്ടെ എന്നതിനപ്പുറത്ത്, മുഹമ്മദ് നബി നബിയാണെങ്കിൽ ആവട്ടെ എന്നതിനപ്പുറത്ത് കൃത്യമായ അറിവോ ധാരണയോ കൂടാതെ, കൃത്യമായ വിശ്വാസമോ ഇല്ലാതെ ജീവിക്കുന്ന ആളുകൾക്ക് സംഭവിച്ചത് വിശ്വാസരംഗത്തുള്ള കാപട്യമാണ്. വിശ്വാസ കാര്യങ്ങൾ പോലും അയാളിൽ ശരിക്ക് ദൃഢപ്പെട്ടിട്ടില്ല. അള്ളാഹു ഉണ്ടോ എന്ന കാര്യത്തിൽ പോലും ശരിയായ തീരുമാനത്തിലേക്ക് അയാൾ വന്നിട്ടില്ല. അള്ളാഹു ഏകനാണോ എന്ന കാര്യത്തിൽ പോലും ശരിയായ തീരുമാനമില്ല. പലപ്പോഴും സർവമത സത്യവാദത്തിന്റെ ആളായി ആ വിശ്വാസവും ശരിയാണ്, ഈ വിശ്വാസവും ശരിയാണ് എന്ന നിലപാടുകാരനായിരിക്കും. സ്വച്ഛതയുള്ള, തെളിമയുള്ള, വിശുദ്ധമായ ഒരു വിശ്വാസത്തെ ഖുർആൻ കൊണ്ടോ ഹദീസ് കൊണ്ടോ പഠനം കൊണ്ടോ സ്ഫുടം ചെയ്തെടുക്കുന്ന ഒരവസ്ഥയില്ലാത്ത വിധം വിശ്വാസരംഗത്ത് കാപട്യം പുലർത്തുന്ന നിലപാടില്ലാത്ത ആളുകളായി അത്തരം ആളുകൾ കാണപ്പെടുമെന്നതാണ്. അതുകൊണ്ട് തന്നെ അവർ അള്ളാഹുവിന്റെ റസൂലിനെ കളവാക്കുന്നവരാണ്. പ്രവാചകനൊന്നുമല്ല, ദൂതനൊന്നുമല്ല, അങ്ങാടിയിലൂടെ നടക്കുന്ന, ഭക്ഷണം കഴിക്കുന്ന മനുഷ്യനായ, വിയർപ്പൊഴുകുന്ന, വിസർജിക്കുന്ന എന്നതിനപ്പുറത്ത് പ്രവാചക തിരുമേനിക്ക് വഹയുണ്ട് എന്നുപോലും സമ്മതിക്കാത്ത വിധം അവരുടെ നിലപാടുകൾ റസൂലുള്ളയോട് കളവ് പുലർത്തുന്നതാണ്. അതാണ് വിശ്വാസരംഗത്ത് കാണപ്പെടുന്ന കാപട്യത്തിലെ ഒന്നാമത്തെ അപകടം. മറ്റൊന്ന് തക്ദീബ് ബഅദി മാ ജാഅ ബിഹി റസൂൽ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്ന എല്ലാറ്റിനെയും കളവാക്കണമെന്നില്ല. അഷ്റഫുൽ ഖൽഖ് പഠിപ്പിച്ച ചിലതിനെ കളവാക്കുക. ചില സമൂഹത്തിലെ ആളുകളെ കാണാം, ബുദ്ധിയുടെ ചർക്കയിലിട്ട് പരിശോധിച്ച് ഇത് ഞാൻ അംഗീകരിക്കുന്നില്ല, ഇത് ഞാൻ അംഗീകരിക്കാം, ഇത് അന്ധവിശ്വാസങ്ങളിലേക്ക് നയിക്കുന്നതാണ്, ഇത് ഈ കാലഘട്ടത്തിൽ പറയാൻ പറ്റൂല, ഇത് പറഞ്ഞാൽ ആളുകൾ അന്ധവിശ്വാസി എന്ന് മുദ്ര കുത്തിയേക്കാം, ഇത് ഖുർആനിനെതിരാണ്, ഇതെന്റെ ബുദ്ധിക്ക് യോജിക്കുന്നില്ല, ഇതെന്റെ യുക്തിക്ക് നിരക്കുന്നില്ല, അതുകൊണ്ട് ഇതിൽ പറഞ്ഞ ഈ കണ്ടന്റിനെ ഞാൻ സമ്മതിക്കുകയില്ല. 100% ഖുർആനിനോട് യോജിക്കുന്ന പ്രവാചക തിരുമേനിയുടെ ഈ തിരുമൊഴികളെ ലോകത്തുള്ള ലോക മുസ്ലിമീങ്ങൾ, അഹ്ലുസുന്നയുടെ മുഴുവൻ ഇമാമുമാരും അംഗീകരിച്ച കാര്യങ്ങളെപ്പോലും ഈ തരത്തിൽ മാറ്റിവെക്കുന്ന
പ്രവണത ചില ആളുകളിൽ സമൂഹത്തിൽ കാണാം. ഖുർആനിലെ ഒരു വിധിയെ വെറുക്കുന്നവർ, ഖുർആനിലെ ഒരു വിധിയെ അംഗീകരിക്കാത്തവർ. ذَلِكَ بِأَنَّهُمْ كَرِهُوا مَا أَنزَلَ اللَّهُ. അള്ളാഹു അവതരിപ്പിച്ചു കൊടുത്ത വിധി അവർക്ക് പോരാ. അവർക്ക് അള്ളാഹുവിന്റെ വിധിയാൽ ലഭിച്ച സമ്പത്ത് പോരാ, അതിനപ്പുറത്ത് അവർക്ക് കിട്ടേണ്ടതുണ്ട്. അതുകൊണ്ട് ഇസ്ലാമല്ലാത്ത മറ്റെന്തെങ്കിലും ആനുകൂല്യങ്ങൾ നേടിക്കിട്ടുന്ന വിധി അനുകൂലമാക്കാൻ പറ്റുന്ന വല്ലതും ഉണ്ടെങ്കിൽ അത് തങ്ങൾക്ക് അനുകൂലമാക്കണമെന്ന് ചിന്തിച്ച് പണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ അൻസ്വാരിയായ ഹൃദയത്തിൽ നിഫാഖുള്ള ഒരു മനുഷ്യൻ ഒരു ജൂതനുമായി തർക്കത്തിലേർപ്പെട്ടപ്പോൾ തനിക്ക് ഇസ്ലാമികമായി സമീപിച്ചാൽ സ്വത്ത് തനിക്ക് അനുകൂലമായി ലഭിക്കുകയില്ല എന്നു കണ്ട അയാൾ ജൂതന്മാരെ പോയി സമീപിക്കുകയും അവിടെ ചെന്ന് വിധി തേടുകയും ചെയ്തപ്പോൾ അത്തരം പ്രവണതയെ അതിരൂക്ഷമായി വിമർശിച്ച് പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു ആയത്തിറക്കിയത് നമുക്ക് വായിക്കാൻ സാധിക്കും. ഇങ്ങനെ ചില ആളുകളുണ്ട്, അള്ളാഹുവിന്റെ ദീനനുസരിച്ച് നിലപാടെടുത്താൽ അവർക്ക് കള്ളക്കേസ് കൊടുക്കാൻ കഴിയില്ല. തനിക്ക് അനുകൂലമായി ധാരാളക്കണക്കിന് സമ്പത്ത് അപരന്റേത് കൊള്ളയടിക്കാനും തട്ടിയെടുക്കാനും കഴിയില്ല. അതുകൊണ്ട് ഇസ്ലാമല്ലാത്ത വിധികളെ ആശ്രയിച്ച് തനിക്ക് വേണ്ടി വാദിക്കുന്ന വക്കീലുകളെ വെച്ച് കൂടുതൽ പണം ആവശ്യപ്പെട്ട് കള്ളക്കേസ് കൊടുത്ത് തങ്ങൾക്ക് വിധി അനുകൂലമാക്കുന്ന ആളുകൾ വിശ്വാസരംഗത്ത് ഇസ്ലാമിന്റെ വിധിയെ തൃപ്തിപ്പെടാത്തവരും അത്തരം സമീപനങ്ങൾ സ്വീകരിക്കുന്നവരുമാണ് എന്ന് ഖുർആൻ തന്നെ വിമർശിക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഇത്തരം ആളുകൾ അള്ളാഹുവിന്റെ വിധിക്കപ്പുറത്തുള്ള വിധിയെ തേടി പോകുന്നവരാണ്. ഇത്തരം പ്രവണത വിശ്വാസ കാപട്യത്തിന്റെ ലക്ഷണമാണ്. നിങ്ങൾക്ക് സൗകര്യവും നിങ്ങൾക്ക് താല്പര്യവും തോന്നുന്ന വേദത്തിലെ ചിലതിനെ നിങ്ങൾ എടുക്കുകയും മറ്റു ചിലതിനെ നിങ്ങൾ തള്ളിക്കളയുകയും ചെയ്യുന്നുവോ? അങ്ങനെയെങ്കിൽ അത് കഫർത്തും ബഅദ ഈമാനിക്കും, ഈമാനുണ്ട് എന്ന് നിങ്ങൾക്ക് കിട്ടിയതിന് ശേഷവും പിന്നെയും നിങ്ങൾ കാഫിറായി പോയവരാണ് എന്നാണ് അള്ളാഹു അവിടെ വിമർശിക്കുന്നത്. അതുകൊണ്ട് തന്നെ അള്ളാഹുവിന്റെ റസൂല് കൊണ്ടുവന്ന എല്ലാറ്റിനെയും സമ്മതിക്കുകയും അതെല്ലാം വഹയാണ് എന്ന് അംഗീകരിക്കുകയും അത് മുഴുവൻ സ്വീകരിക്കുകയും ചെയ്യാത്തവർക്ക് വിശ്വാസ കാപട്യത്തിന്റെ ലക്ഷണമുണ്ട് എന്നത്, വിശ്വാസ കാപട്യം പേർന്നവരാണ് എന്നത് ഇതുവഴി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. മറ്റൊന്ന് ബുഗ്ളുർ റസൂൽ, അള്ളാഹുവിന്റെ റസൂലിനോട് വ്യക്തിപരമായ വിയോജിപ്പും വ്യക്തിപരമായ വെറുപ്പുമാണ്. നമുക്കറിയാം, നമുക്കിടയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ടുകൂടാത്തവരും ഹൃദയത്തിൽ വെറുപ്പ് സൂക്ഷിക്കുന്നവരുമുണ്ട്. ഒരുമിച്ച് സ്വപ്പിൽ നിൽക്കാൻ പോലും കഴിയാത്ത വിധം അവർക്ക് സമീപനങ്ങൾ എടുക്കുന്നവരും മുഖം തിരിഞ്ഞ് നടക്കുന്നവരുമുണ്ട്. എന്നാൽ ഇത്തരം ഒരു മാനസികാവസ്ഥ ലോകത്തിന്റെ ഗുരുനാഥനായ, കാരുണ്യത്തിന്റെ പ്രവാചകനായ, മനുഷ്യലോകത്തിന്റെ വഴികാട്ടിയായ അഷ്റഫുൽ ഖൽഖിനോട് വ്യക്തിപരമായ ഒരു വെറുപ്പ് ആർക്കെങ്കിലും അദ്ദേഹത്തെക്കുറിച്ചുണ്ടെങ്കിൽ, അദ്ദേഹത്തിന്റെ വിവാഹത്തിന്റെ വിഷയത്തിൽ, അദ്ദേഹത്തിന്റെ സമീപനങ്ങളുടെ വിഷയത്തിൽ പ്രവാചകനോട് വ്യക്തിപരമായി വിയോജിപ്പ് പുലർത്തുന്നവർ വിശ്വാസ കാപട്യം പേറുന്നവരാണ് എന്ന് അള്ളാഹുവിന്റെ ദീന് നമുക്ക് പഠിപ്പിച്ചു നൽകുകയാണ്. മറ്റൊന്ന് ബുഗ്ള് ബാളി മാ ജാഅ ബിഹി റസൂൽ, റസൂലുള്ള കൊണ്ടുവന്ന ചിലതിനോടൊരു വിമുഖതയും വിമ്മിഷ്ടവും വെറുപ്പും മനസ്സിൽ സൂക്ഷിക്കുന്നവർ, അത് അങ്ങേയറ്റം പേടിക്കേണ്ടതാണ്. പലപ്പോഴും സമൂഹത്തിൽ ഹദീസുകളെ നിഷേധിക്കുന്ന ആളുകളെ നമുക്ക് കാണാം. അഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വ റസൂലുഹു, അള്ളാഹുവിന്റെ റസൂല് അള്ളാഹുവിന്റെ അടിമയാണ്. അടിമയായ ഖാലിഖിന്റെ, അടിമയായ പ്രവാചകനെ ഖാലിഖിന്റെ പദവിയിലേക്ക് ഉയർത്തി ഖാലിഖിനോട് ചോദിക്കുന്ന ചോദ്യങ്ങൾ മുഴുവൻ അടിമയായ പ്രവാചകനോട് ചോദിച്ചു തുടങ്ങിയപ്പോൾ സമസ്ത വിഭാഗങ്ങൾക്ക് പിഴച്ചു. അള്ളാഹുവിന്റെ റസൂല് അബ്ദാണ്. ഇന്നല്ലദീന തദ്ഊന മിൻ ദൂനില്ലാഹി ഇബാദുൻ അംസാലുക്കും, അള്ളാഹുവിനെ വിളിക്കുന്നതിന് പുറമെ അള്ളാഹുവിന്റെ അടിമകളെ നിങ്ങൾ വിളിച്ചാൽ അത് പാടില്ലാത്തതാണ് എന്നാണ്. മലക്കുകളും ജിന്നുകളും മനുഷ്യരും അമ്പിയാക്കളും ഔലിയാക്കളും അടിമകളാണ്. അടിമകളോട് തേടിക്കൂടാ എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ അടിമകളോട് തേടാൻ പറയാൻ പാടില്ലെന്ന് പറഞ്ഞിട്ടും അള്ളാഹുവിന്റെ പ്രവാചകനെ അടക്കം വിളിച്ചു തേടുന്നവർ അബ്ദായ പ്രവാചകനെ ഖാലിഖിന്റെ പദവിയിലേക്ക് ഉയർത്തുന്നവരാണ്. മറ്റൊന്ന് റസൂലുഹു, അള്ളാഹുവിന്റെ റസൂല് റസൂലാൻ, കൊണ്ടുവന്നതെല്ലാം റിസാലത്താണ്. വമാ യൻതിഖു അനിൽ ഹവാ, തന്നിഷ്ടം സംസാരിക്കില്ല നബി. ഇൻ ഹുവ ഇല്ലാ വഹ്യുൻ യുഹാ, അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞതെല്ലാം വഹയാണ്. 7 വാനങ്ങൾക്ക് മുകളിൽ നിന്ന് വന്നു കിട്ടുന്ന വഹയിനെ എന്റെ ബുദ്ധിക്ക് നിരക്കുന്നില്ല, എന്റെ യുക്തിക്ക് യോജിക്കുന്നില്ലെന്ന് പറഞ്ഞ് നൂറുകണക്കിന് ഹദീസുകളെ നിഷേധിക്കുകയും നിരാകരിക്കുകയും ചെയ്യുന്ന സംഘങ്ങളെ നമുക്ക് സമൂഹത്തിൽ കാണുവാൻ സാധിക്കുന്നതാണ്. അള്ളാഹുവിലുള്ള വിശ്വാസവുമായി ബന്ധപ്പെട്ടു വന്ന ഹദീസുകൾ അള്ളാഹുവിന്റെ പ്രവൃത്തിപരമായ സിഫത്താണ്
യൻസിലു തബാറക വ തആല, അള്ളാഹുവിന്റെ ദാത്തിലുള്ള സിഫത്താണ്. അള്ളാഹു ഒന്നാൻ ആകാശത്തേക്ക് കമാ യലീഖു ജലാലിഹി വ കമാലിഹി, അവന്റെ പൂർണ്ണതക്കും മഹത്വത്തിനും യോജിക്കുന്ന നിലക്ക് ഒന്നാൻ ആകാശത്തേക്ക് ഇറങ്ങി വരും. വജാഅ റബ്ബുക വൽ മലക്കു സഫൻ സഫ, നിന്റെ റബ്ബ് വരിക എന്ന് പറയുന്ന സിഫത്ത് അള്ളാഹുവിനുണ്ട്. യൽഹഖു തബാറക വ തആല, ചിരിക്കുക എന്ന് പറയുന്ന സിഫത്ത് അള്ളാഹുവിനുണ്ട്. ഇന്നല്ലാഹ ഇസ്തവഅ അലൽ അർശ്, സിംഹാസനത്തിന് മേൽ ഉപവിഷ്ടനാവുക എന്ന് പറയുന്ന വിശേഷണം അള്ളാഹുവിനുണ്ട്. അതെല്ലാം പ്രവൃത്തിപരമായ വിശേഷണങ്ങളാണ്. ഇതിൽപ്പെട്ട ഒന്നാണ് അള്ളാഹുവിനുള്ള ഇറക്കം എന്ന് പറയുന്ന സിഫത്ത്. എന്നാൽ അത് ഞങ്ങൾ അംഗീകരിക്കുന്നില്ല, ഞങ്ങളത് സമ്മതിക്കുന്നില്ല. അങ്ങനെയാണെങ്കിൽ രാത്രിയുടെ അന്ത്യയാമമാവുന്ന സാഹചര്യങ്ങളാണ് ഒരു രാഷ്ട്രത്തിൽ അല്ലെങ്കിൽ മറ്റൊരു രാഷ്ട്രത്തിൽ. അതുകൊണ്ട് പടച്ചോന് കേറാൻ നേരം ഉണ്ടാവില്ല എന്ന് പ്രസംഗിക്കുകയും എന്ന് പഠിപ്പിക്കുകയും പടച്ച റബ്ബിലുള്ള വിശ്വാസത്തിലെ നുസൂല് എന്ന് പറയുന്ന സിഫത്തിനെ അടക്കം നിരാകരിക്കുകയും ചെയ്യുന്ന ആളുകൾക്ക് തെറ്റുപറ്റുന്നത് വിശ്വാസ രംഗത്താണ് എന്നത് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് കണ്ണുണ്ട്, അള്ളാഹുവിന്റെ ദാത്തിയായ സിഫത്താണത്. അത് ഖുർആൻ പറഞ്ഞ സിഫത്താണ്. അള്ളാഹുവിന് കൈകളുണ്ട്, കിൽതാ യദാഹു യമീൻ, അള്ളാഹുവിന്റെ രണ്ട് കൈകളുടെ മാണ് എന്നും പടച്ച റബ്ബിന് വാദമല്ല, സിഫത്തായിട്ട് വിശേഷണമായിട്ട് ഹദീസും നമുക്ക് പഠിപ്പിച്ചു തന്നതാണ്. അള്ളാഹുവിന് മുഖമുണ്ട്, കണങ്കാലുണ്ട്, ബൈന ഇസ്ബഅൈനി മിൻ അസാബിഇർ റഹ്മാൻ, പടച്ച റബ്ബിന്റെ വിരലുകൾക്കിടയിൽ തുടങ്ങിയ പടച്ച റബ്ബിന്റെ ദാത്തിയായ സിഫത്തിനെ കുറിച്ച് പറഞ്ഞപ്പോൾ കണ്ണുണ്ട് എന്ന് പറഞ്ഞാൽ കാഴ്ചയുണ്ട് എന്ന് പറഞ്ഞാൽ മതി, കൈയുണ്ട് എന്ന് പറഞ്ഞാൽ പ്രവൃത്തിയുണ്ട് എന്ന് പറഞ്ഞാൽ മതി. അള്ളാഹുവിന്റെ ദാത്തിയായ സിഫാത്തിനെ പോലും നിരാകരിക്കുന്ന ഹദീസ് നിഷേധക സംഘങ്ങൾ നമ്മുടെ സമൂഹങ്ങളിലുണ്ട്. അണിചേർന്ന് സ്വപ്പ് നിസ്കരിക്കാൻ പറഞ്ഞപ്പോൾ കാലുകളോട് കാല് ചേർത്ത് വെച്ചാൽ നിങ്ങൾക്ക് സ്വർഗത്തിൽ ഒരു വീട് തരാമെന്ന് വരെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. മൻ സദ്ദ ഫുർജ മനല്ലാഹു ലഹു ബൈതൻ ഫിൽ ജന്ന, അഷ്റഫുൽ ഖൽഖ് വഹയായി പഠിപ്പിച്ചു തന്നതാണത്. സ്വപ്പ് നിൽക്കുമ്പോൾ പോലും കാൽപാദങ്ങൾ ചേർത്ത് വെച്ച് വിടവില്ലാതെ നിൽക്കണം. സദ്ദുൽ ഖലൽ, വിടവിനെ നിങ്ങൾ അടക്കണം എന്നടക്കം റസൂലുള്ള പഠിപ്പിച്ചും അതിന്റെ ഒന്നും ആവശ്യമില്ല, അങ്ങനെയാണെങ്കിൽ നടയിലും കേറി ശൈത്താൻ നിൽക്കൂല എന്ന് യുക്തിവാദം വിളമ്പി അഷ്റഫുൽ ഖൽഖിന്റെ വഹയിനെ നിഷേധിച്ച് ഞങ്ങളൊക്കെ സൗകര്യത്തിനനുസരിച്ച് നിസ്കരിക്കുമെന്ന് പറയുന്ന പ്രവണത വിശ്വാസരംഗത്തടക്കം സംഭവിക്കുന്ന കാപട്യത്തിന്റെ ഭാഗമാണോ എന്ന് നമ്മൾ ഭയപ്പെടേണ്ടതുണ്ട്. അനുസരിക്കാതിരിക്കുന്നതിനപ്പുറം ആ ഹദീസിനെ ഞങ്ങൾ സമ്മതിക്കുകയില്ല എന്ന് പറയുന്ന നിലപാട് ശരിയല്ല. സംസം എന്ന് പറയുന്ന മഹത്വം പറയപ്പെട്ട ബറക്കത്തുള്ള വെള്ളം, മാഉ സംസം ബിമാ ശുരിബ ലഹു, ഏത് രോഗത്തിന്റെ ശമനത്തെ മനസ്സിൽ നീയത്ത് വെച്ച് പ്രാർത്ഥിച്ചിട്ടാണോ നിങ്ങൾ സംസം കുടിക്കുന്നത്, അതിന് ആ രോഗശമനത്തിനുള്ള ഔഷധവീര്യമുണ്ട് എന്ന് അള്ളാഹുവിന്റെ റസൂൽ അതിന്റെ ബറക്കത്തായി പഠിപ്പിച്ചതാണ്. അത് മഴവെള്ളം പോലെ ഒരു വെള്ളമാണ്, അത് വെച്ച് ഞാൻ എന്റെ മലമൂത്ര വിസർജന ശേഷം ശൗച്യം ചെയ്യുമെന്ന് വരെ പ്രസംഗിക്കുന്ന സംഘങ്ങളെ അത്തരത്തിൽ സപ്പോർട്ട് ചെയ്യുന്നത് വിശ്വാസ രംഗത്ത് സംഭവിക്കുന്ന കാപട്യങ്ങളാണോ എന്ന് പരിശോധിക്കപ്പെടേണ്ടതുണ്ട്. പ്രവാചക തിരുമേനിയാൽ ഉദ്ധരിക്കപ്പെട്ട പിശാചുമായി ബന്ധപ്പെട്ട ഷർറുകളെ കുറിച്ച് പറഞ്ഞെടുത്ത് സിഹറുമായി, ഐനുമായി, ജിന്ന് ബാധയുമായി ബന്ധപ്പെട്ടു വന്ന കൊട്ടക്കണക്കിന് ഹദീസുകളും പല ആയത്തുകളും പരിശുദ്ധ ഖുർആനിൽ കാണാം. ഇതൊന്നും എന്റെ ബുദ്ധിക്ക് നിരക്കുന്നില്ലെന്ന് പറഞ്ഞ് പ്രമാണങ്ങളെ നിഷേധിക്കുന്നത് വിശ്വാസ കാപട്യത്തിൽ വന്നു പോകുന്നതിന് നമ്മൾ ഭയപ്പെടേണ്ടതുണ്ട്. തക്ദീബു ബുഗ്ളു ബഅ്ളി മാ ജാഅ ബിഹി റസൂൽ, റസൂലുള്ള കൊണ്ടുവന്ന ചിലതിനോട് എനിക്ക് സമ്മതിക്കാൻ വയ്യ എന്ന് പറയുന്നത് നമ്മൾ പഠിക്കാത്തത് കൊണ്ടാണ്. അള്ളാഹുവിന്റെ റസൂല് ഒരിക്കലും ഖുർആനിനെതിര് പറയില്ല. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ സത്യമല്ലാതെ സംസാരിക്കില്ല. പ്രവാചക തിരുമേനിയുടെ ഹദീസുകളെ 100% സമ്മതിക്കുന്നിടത്താണ് സ്വർഗസഞ്ചാരിയായി നമുക്ക് മാറാൻ സാധിക്കുക. അതുകൊണ്ട് വിശ്വാസ രംഗത്താണ് ഇത്തരം നിഷേധ പ്രവണതകൾ സംഭവിപ്പിക്കുന്ന കാപട്യത്തിന്റെ അവസ്ഥകൾ എന്ന് നാം തിരിച്ചറിയണം. മറ്റൊന്ന് അൽ മസറത്തു ബിൻ ഖിയാബി ദീനിർ റസൂൽ, ഇസ്ലാം ദീനിന് പരാജയമുണ്ടാകുമ്പോൾ ഉള്ളുകൊണ്ട് സന്തോഷിക്കുക. മാപ്പിളമാർക്ക് അടി കിട്ടുമ്പോൾ, മുസ്ലിമീങ്ങൾക്ക് പരീക്ഷണം നേരിടുമ്പോൾ അത് കിട്ടേണ്ടതാണ് എന്ന് പറഞ്ഞ് ശത്രുപക്ഷത്തോട് കൂറു കാണിച്ച് മുസ്ലിമീങ്ങളുടെ ഒറ്റുകാരനായി മാറുന്ന നിലപാടുകാരെ സമൂഹത്തിൽ നമുക്ക് കാണാൻ കഴിയും. പലപ്പോഴും ഭൂരിപക്ഷത്തോടൊപ്പം നിൽക്കുകയും ഇസ്ലാമിനെയും മുസ്ലിമീങ്ങളെയും പ്രതിക്കൂട്ടിൽ നിർത്തുകയും ചെയ്യുന്ന പ്രവണത സമൂഹത്തിലുണ്ട്. പലപ്പോഴും വിശ്വാസ രംഗത്ത് തെളിമയോടുകൂടി നിലകൊള്ളുന്നതിന് പകരം
അള്ളാഹുവിന്റെ ദീനിനെ വലിച്ചെറിയുന്ന ആളുകളെ നമുക്ക് കാണാം. നോക്കൂ നിങ്ങൾ ഇത്തരം മുനാഫിക്കുകളുടെ ഒരു സ്വഭാവം. ഇന്നൽ മുനാഫിഖീൻ, മുനാഫിഖീങ്ങളായ ആളുകൾ, ആ മുനാഫിഖീങ്ങൾ വൽ മുനാഫിഖൂന വൽ മുനാഫിഖാത്ത്, മുനാഫിക്കുകളായ പുരുഷന്മാരും സ്ത്രീകളും ബഅ്ദുഹും മിൻ ബഅദ്, അവർ പരസ്പരം തയ്യപ്പാണെന്നാണ്. യഅ്മുറൂന ബിൽ മുൻകർ, അവർ തിന്മ കൽപ്പിക്കുന്നവരാണ്. വയൻഹൗന അനിൽ മഅറൂഫ്, അതേപോലെ തന്നെ സദാചാരങ്ങളെ വിലക്കുന്നവരാണ്. വയഖ്ബിളൂന ഐദിയഹും, അവരോടൊരു നല്ല കാര്യത്തിന് വേണ്ടി പണം ചിലവഴിക്കാൻ പറഞ്ഞാൽ അവർ പിശുക്ക് കാണിക്കുന്നവരാണ്. നസുല്ലാഹ, അവർ അല്ലാഹുവിനെ മറന്നവരാണ്. ഫനസിയഹും, അങ്ങനെ അല്ലാഹു അവരെയും മറന്നിരിക്കുന്നു. ഇന്നൽ മുനാഫിഖീന ഹുമുൽ ഫാസിഖൂൻ, ഇവർ അധർമ്മികളും തമ്മാടികളുമാണ് എന്നാണ്. എന്താണ് മുനാഫിക്കുകളുടെ സ്വഭാവം? അവർ സ്വയം നന്മ ചെയ്യൂല എന്ന് മാത്രമല്ല, അവർ മറ്റുള്ളവരെ നന്മ ചെയ്യാൻ അനുവദിക്കുകയില്ല. അവർ തിന്മ വിരോധിക്കില്ലെന്ന് മാത്രമല്ല, ആ തിന്മ കൽപ്പിച്ച് പല തിന്മകൾക്കും കൂട്ടുനിന്നു കൊടുക്കും. അതിന്റെ കൂട്ടിക്കൊടുപ്പുകാരായി, മാമാപ്പണിക്കാരായി മാറും. ഇത് മുനാഫിക്കുകളുടെ സ്വഭാവമാണെന്നാണ്. ഒരു സമൂഹത്തിൽ ജീവിക്കുമ്പോൾ ഏറ്റവും നല്ലവനായി നന്മ കൽപ്പിച്ച് തിന്മ വിരോധിച്ച് നന്മയോട് കൂറും പ്രതിബദ്ധതയും തിന്മയോട് വിയോജിപ്പും പ്രതിഷേധവും ഒരുപോലെ മനസ്സിൽ സൂക്ഷിക്കേണ്ട ഒരു മനുഷ്യൻ പലപ്പോഴും നന്മ ചെയ്യില്ല, നിസ്കരിക്കില്ലെന്ന് മാത്രമല്ല, നിസ്കരിക്കാൻ പോകുന്നവരെ മുടക്കുന്നവനാണ്. സക്കാത്ത് കൊടുക്കില്ല, കൊടുക്കാൻ അനുവദിക്കാത്തവനാണ്. കൊടുക്കുന്നിടത്ത് പിശുക്ക് പിടിക്കുന്നവനാണ്. ഇതെല്ലാം മുനാഫിക്കുകളുടെ ലക്ഷണമാണെന്നാണ്. ഒരു സമൂഹത്തിൽ ജീവിക്കുമ്പോൾ മറ്റുള്ളവരെ വഴിപിഴപ്പിക്കുന്ന റോളിലേക്ക് എത്തിച്ചേരുന്നത് മുനാഫിക്കുകളുടെ പ്രവർത്തനങ്ങളാണ് എന്നാണ്. അതുകൊണ്ടൊക്കെ തന്നെയാണ് ഇത്തരം അള്ളാഹുവിന്റെ മാർഗത്തിൽ ചിലവഴിക്കാൻ പറയുമ്പോൾ അള്ളാഹു പറയുന്നത് വയഖ്ബിളൂനാണ്. അള്ളാഹുവിന്റെ മാർഗത്തിൽ പൈസ ചെലവഴിക്കാൻ അവരോട് ആവശ്യപ്പെട്ടാൽ പിശുക്കി പിടിക്കുകയും കൊടുക്കാതിരിക്കുകയും ചെയ്യുന്നത് ഇത്തരം മുനാഫിക്കുകളുടെ സ്വഭാവമാണ്. അത്തരം ആളുകൾ തമ്മാടികളാണ് എന്ന് ഖുർആൻ സൂറത്ത് തൗബയുടെ 67-ാമത്തെ വചനത്തിലൂടെ പറയാൻ. അതിന്റെ തൊട്ട് ശേഷമാണ് ഈ ശക്തമായ താക്കീത് ഉന്നയിച്ചത്. അവരോട് നീ വാഗ്ദാനം കൊടുത്തേക്ക്, അവർക്ക് നരകശിക്ഷയുണ്ട്, അവരെ പടച്ച റബ്ബ് ശപിച്ചിരിക്കുന്നു എന്ന്. അതുകൊണ്ട് പലപ്പോഴും ഒറ്റുകാരായി, ശത്രുപക്ഷത്ത് രാജിയായി, ഭൂരിപക്ഷത്തിന്റെ കൂടെ ചേർന്ന് മുസ്ലിമീങ്ങൾ ഒരു പരീക്ഷണം നേരിടുമ്പോ ഇനി ആരെങ്കിലും ബോധപൂർവം എവിടെയെങ്കിലും ബോംബ് പൊട്ടിച്ച് അതിന്റെ കുറ്റം കൂടി മുസ്ലിമീങ്ങളുടെ മൂർത്താവിലേക്ക് ഇടുമ്പോ ഇതിന്റെ പിറകിലുള്ള മാനസികാവസ്ഥയെ തിരിച്ചറിയാതെ അപ്പോഴും സമുദായത്തെ പ്രതിക്കൂട്ടിൽ നിർത്തി മര്യാദരാമന്മാർ ചമയുന്ന ചില ആളുകളെ സോഷ്യൽ മീഡിയകളിൽ കമന്റ് ബോക്സുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇതിന്റെ വസ്തുത എന്താണ് എന്ന് പോലും വെളിപ്പെടുന്നതിന്റെയും കണ്ടെത്തുന്നതിന്റെയും മുമ്പ് സമുദായത്തിന്റെ ഒറ്റുകാരായി മാറി സമുദായത്തെ പ്രതിക്കൂട്ടിൽ നിർത്തി കൂടുതൽ വേദനിപ്പിക്കുന്ന സ്വഭാവക്കാരായ ആളുകൾ സമൂഹത്തിലുണ്ട്. അവരൊക്കെ അള്ളാഹുവിനെ ആരാധിക്കുന്നതും ഇസ്ലാമിലേക്ക് പ്രവേശിച്ചതും ഒരു ഓരത്ത് നിന്നാണ്. അവരെക്കുറിച്ച് അതിശക്തമായ വിമർശനം അള്ളാഹു ഉന്നയിച്ചിട്ടുണ്ട്. വലാ യദ്കുറൂനല്ലാഹ ഇല്ലാ ഖലീല. പടച്ചോന് ദീൻ എന്നൊക്കെ പറഞ്ഞാൽ എന്തെങ്കിലും ആനുകൂല്യങ്ങൾ കിട്ടാനോ സൗകര്യപ്പെടുന്ന സമയത്ത് മാത്രമേ അത്തരം ആളുകളിൽ കാണപ്പെടുള്ളൂ എന്നാണ്. അതായത് കല്യാണം വരുമ്പോൾ പള്ളിയിൽ സീസണായിട്ട് ഇങ്ങനെ കാണപ്പെടും. കല്യാണത്തിന് ഇസ്ലാമും വേണം, മുസ്ലിമീങ്ങൾ വേണം, പുരോഹിതന്മാർ വേണം, എന്നിട്ട് നടത്തി തരണം. ഇതേപോലെ പെരുന്നാളായാൽ മാത്രം പള്ളിയിലേക്ക് കാണുന്ന ചില ആളുകളുണ്ട്, ആൾക്കൂട്ടത്തോടൊപ്പം കാണുന്നു. ഇതേപോലെ ഈ പറയുന്ന റമളാനായാൽ ഒരു സീസണബിളായി ചിലപ്പോൾ കാണപ്പെടുന്ന, ജുമുഅക്ക് മാത്രം അള്ളാഹുവും ഇസ്ലാമും മാത്രം അതേ മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താൻ ഇങ്ങനെ ജീവിക്കുന്ന ചില മനുഷ്യരുണ്ട്. അത്തരക്കാരായ ആളുകളും ഈ നിഫാഖിന്റെ ലക്ഷണം പേറിയവരാണ് എന്ന് അള്ളാഹു പറയാൻ. ഇന്നൽ മുനാഫിഖീന, ഇത്തരം മുനാഫിക്കുകൾ ഉണ്ടല്ലോ, യുഖാദിഊനല്ലാഹ്, അവര് പടച്ചോനെ പറ്റിക്കാൻ നടക്കണമെന്നാണ്, പടച്ചോനെ വഞ്ചിക്കാൻ നടക്കണം. എന്തുകൊണ്ടാണ് അവർക്ക് അങ്ങനെ തോന്നുന്നത്? ഞാനിപ്പോ കൊടുത്താ കൂലി ഓൻ തരുമോ? ഇതാണ് അവരുടെ സംശയം. ഒരു സത്യവിശ്വാസി ഒരിക്കലും പടച്ചോൻ കൂലി തരും എന്ന് പറയുന്ന കാര്യത്തിൽ സംശയിക്കൂല. വഅദല്ലാഹ്, അള്ളാഹുവിന്റെ വാഗ്ദാനമാണ്. നിങ്ങൾ ചെയ്ത സൽക്കർമ്മങ്ങൾക്ക് നിങ്ങളുടെ പ്രതിഫലം പൂർണ്ണമായി തരുമെന്നത് അള്ളാന്റെ വാഗ്ദാനമാണ്. ആ വാഗ്ദാനം നൽകിയ പടച്ചോനെ കുറിച്ച് ചിലപ്പോ വലിയ പ്രതീക്ഷയൊന്നും ഉണ്ടാവില്ല. എന്നിട്ട് കൊടുക്കണ്ടല്ലേ എന്നും പറഞ്ഞ് തീരുമാനിച്ചു പോകുന്ന നിലപാടുകാരായിരിക്കും അവർ. നാം ജനങ്ങളെ കാണിക്കുന്നവരായിരിക്കും. ജീവിതത്തിൽ ഇസ്ലാം സീസണബിളായി മാത്രം കൊണ്ടു നടക്കുന്ന, അള്ളാഹിനെ കുറിച്ച് ഇനി വന്നാലോ നിസ്കരിച്ചാലോ
പടച്ചോനെക്കുറിച്ച് ഒരു ഓർമ്മയും അവശേഷിക്കാത്ത വിധത്തിൽ ഒരു യാന്ത്രിക കർമ്മത്തിന്റെ ഉടമകളായി ഇത്തരം ആളുകൾ മാറുന്നവരാണ് എന്നാണ്. അതുകൊണ്ട് എന്നാലോ സൊസൈറ്റിയുടെ ആനുകൂല്യങ്ങൾ കിട്ടാൻ പേരുകൊണ്ട് ഞാനും മുസ്ലിമാണെന്ന് പറഞ്ഞ് നടക്കുന്ന ഒരവസ്ഥ എല്ലാ കാലഘട്ടത്തിലും എന്നതുപോലെ ഈ കാലഘട്ടത്തിലും ഉണ്ടാകുമെന്നത് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്. മറ്റൊന്ന് അൽ കറാഹിയത്തുൽ ഇൻതിസ്വാരി ദീനിർ റസൂൽ, ഇസ്ലാം ദീനിനെ സഹായിക്കാൻ അവർക്ക് വിമുഖതയാണ്. നിർണായക ഘട്ടങ്ങളിൽ കൂടെ നിൽക്കൂല, വിഷമിക്കുന്ന ഘട്ടങ്ങളിൽ കൂടെ നിൽക്കൂല, അതിജീവനത്തിന്റെ പോരാട്ടമുഖങ്ങളിൽ കൂടെ നിൽക്കൂല. മുസ്ലിമീങ്ങളെയും ഇസ്ലാമിനെയും തെറ്റിദ്ധാരണ വരത്തി പ്രതിക്കൂട്ടിൽ നിർത്തുമ്പോൾ യഥാർത്ഥ ഇസ്ലാമിനെ കാണിക്കാനും വെളിപ്പെടുത്താനുമുള്ള കഠിനാധ്വാനങ്ങളിലും പരിശ്രമങ്ങളിലും ദഅ്വ പ്രബോധന രംഗങ്ങളിലും കുറ്റപ്പെടുത്തി നോവിക്കുക എന്നതല്ലാതെ കൂടെ നിൽക്കൂല. പലവിധ ചാപ്പകളും അടിച്ച് അള്ളാഹുവിന്റെ ദീനിനെ വനഖ്ദിഫു ബിൽ ഹഖ് അലൽ ബാത്തിൽ ഫഇദാ ഹുവ സാഹിഖ്. ഇത് പ്രബോധകന്മാർക്ക് പടച്ചോ നൽകുന്ന പ്രതീക്ഷയുടെ ഒരു വാക്കാണ്. ആരൊക്കെ ഇരുട്ട് പരത്തിയാലും, ലിബറലുകൾ ഉറഞ്ഞു തുള്ളിയാലും, ഫാഷിസ്റ്റുകൾ പണം വിടർത്തിയാലും, ഇവിടെ എല്ലാ അർത്ഥത്തിലും തിന്മകൾ പ്രചരിപ്പിക്കപ്പെട്ടാലും, മുസ്ലിമീങ്ങളെ കുറിച്ച് കുറ്റപ്പെടുത്തി പല വിധത്തിലും വേദനിപ്പിച്ചാലും, ആരാണോ നന്മയുടെ ഇരുട്ടു നിറഞ്ഞ ലോകത്ത് നന്മയുടെ വെളിച്ചം കത്തിച്ചു വെക്കുന്നവർ, വനഖ്ദിഫു ബിൽ ഹഖ് അലൽ ബാത്തിൽ, സത്യത്തെ കൊണ്ട് അസത്യത്തിന്റെ മൂർത്താവടിച്ചു പൊട്ടിച്ച് ഫയദ്മഹു, അസത്യത്തിന്റെ തലച്ചോറ് പൊട്ടി ഫഇദാ ഹുവ സാഹിഖ്, അസത്യം പരാജയപ്പെടുക തന്നെ ചെയ്യുന്നതാണ്. ഇരുട്ട് നിറഞ്ഞ ലോകത്തൊരു വെളിച്ചം കത്തിച്ച മതി, പക്ഷെ കൂടെ നിൽക്കില്ലെന്നു മാത്രമല്ല, കുത്തിപ്പറഞ്ഞും ഒറ്റപ്പെടുത്തിയും വേദനിപ്പിച്ചും ജനങ്ങൾക്കിടയിൽ തെറ്റിദ്ധാരണ പരത്തുന്ന അത്തരം പ്രകൃതങ്ങൾ അത് കുലംകുത്തുന്ന സ്വഭാവമാണ്. അത് മുനാഫിക്കുകളുടെ ലക്ഷണമാണ്. അത് അള്ളാഹുവിന്റെ ദീനിനെ ശരിയായ എന്തെല്ലാം പ്രയാസങ്ങളിലൂടെയും പ്രതിസന്ധികളിലൂടെയാണ് കടന്നു പോണത്. എന്നാൽ ഈ പറയുന്ന ആളുകളൊക്കെ ഉണ്ടാക്കുന്ന പുകമറകൾക്ക് വെളിച്ചം കൊടുക്കുകയും ശരിയായ വെളിച്ചം ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുകയും ചെയ്യുന്ന ഒരു പരിശ്രമത്തിൽ സഹായിക്കാനുള്ള വിമുഖത വിശ്വാസ കാപട്യത്തിന്റെ അവസ്ഥയാണ്. വിശ്വാസ കാപട്യം, യഖ്റുജു അനിൽ മില്ല, ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന നരകത്തിന്റെ അടിത്തട്ടിൽ പ്രവേശിപ്പിക്കപ്പെടുന്ന പാപമാണ് അൽ കറാഹിയത്തുൽ ഇൻതിസ്വാരി ദീനിർ റസൂൽ, അള്ളാന്റെ റസൂലിന്റെ ദീനിനെ സഹായിക്കാനുള്ള വിമുഖത. സമ്പത്ത് കൊണ്ടാവട്ടെ, ശരീരം കൊണ്ടാവട്ടെ, സമയം കൊണ്ടാവട്ടെ, അധ്വാനം കൊണ്ടാവട്ടെ, പടച്ച റബ്ബിന്റെ ദീനിനെ സഹായിക്കാനുള്ള പരിശ്രമം നടത്തുന്ന വിരലിലെണ്ണാവുന്ന ആളുകളുമായി ന്യൂനപക്ഷം ലാ തസാലു ത്വായിഫത്തും മിൻ ഉമ്മത്തി ളാഹിരീന അലൽ ഹഖ്, സത്യത്തെ വിളിച്ചു പറഞ്ഞൊരു സംഘം എല്ലാ കാലത്തും ഉണ്ടാവും. ആ സംഘത്തിന് കരുത്തു പകരേണ്ടവരാണ് വിശ്വാസികൾ. അതിനു പകരം പലപ്പോഴും കുത്തിനോവിക്കുകയും ഒറ്റുകൊടുക്കുകയും സമുദായ മക്കളെ കൂടുതൽ പ്രതിക്കൂട്ടിൽ നിർത്തുകയും ചെയ്യുന്ന വാക്കുകളും പ്രയോഗങ്ങളും സംസാരങ്ങളും കമന്റ്സുകളും നമ്മൾ ശ്രദ്ധിക്കണം. കാരണം അത് അള്ളാഹുവിന്റെ റസൂലിനെ വല്ലാതെ വേദനിപ്പിച്ച ദുരന്തമാണ്. അഷ്റഫുൽ ഖൽഖിന്റെ കൂടെ നിന്ന് ആനുകൂല്യങ്ങൾ പറ്റി ഒരുമിച്ചൊരു സ്വപ്പിൽ നിന്നിട്ടും റസൂലുള്ളാഹിയെ കുറിച്ച് ശത്രുപക്ഷത്ത് ചെന്ന് പറഞ്ഞ് അള്ളാഹുവിനെയും അള്ളാഹുവിന്റെ റസൂലിനെയും ദീനിനെയും മുസ്ലിമീങ്ങളെയും വഞ്ചിക്കുന്ന പ്രവണത. യുഖാദിഊനല്ലാഹ്, അള്ളാനെ ചതിക്കുക, അള്ളാനെ വഞ്ചിക്കുക, അള്ളാനെ വഞ്ചിക്കുക. പക്ഷെ വഹുവ ഖാദിഉഹും, അള്ളാഹു അവർക്കാണ് നഷ്ടം, ഈ പണിയെടുക്കുന്നവർക്കാണ് നഷ്ടം. അതുകൊണ്ട് ഇസ്ലാം ദീനിനെ സഹായിക്കാനുള്ള വിമുഖത വിശ്വാസ കാപട്യമാണ്. അതുകൊണ്ടാണ് ഉമർ റളിയല്ലാഹു അൻഹു ഓടിച്ചെന്ന് അവനാന്റെ പേരുണ്ടോന്ന് നോക്കിയത്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, കർമ്മരംഗത്താവട്ടെ വിശ്വാസ രംഗത്താവട്ടെ കാപട്യം കടന്നുകൂടിയിട്ടില്ലെന്ന് ഉറപ്പുവരുത്തി പ്രമാണം കൊണ്ട് ജീവിതത്തെ മാറ്റുരച്ചു നോക്കി നിലപാടുകളിലൂടെ ആദർശ വിശുദ്ധിയിലൂടെ സുന്ദരമായ പെരുമാറ്റ രീതികളിലൂടെ ഇസ്ലാം പഠിപ്പിച്ച അനുഷ്ഠാന മുറകളിലൂടെ ദീനിനെ നേടിയെടുക്കാൻ തീർച്ചയായും നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ നന്മക്കും നമുക്ക് തൗഫീഖേകി നമ്മെ എല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله وصلى الله على خير خلقه محمد نبينا صلى الله عليه وآله وصحبه وسلم أيها الناس اتقوا الله عباد الله. അള്ളാഹുവിന്റെ വിധിവിലക്കുകളും നിയമനിർദ്ദേശങ്ങളും അനുസരിച്ചും പാലിച്ചും ജീവിക്കാൻ നാം ഓരോരുത്തരും ശ്രദ്ധിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്, ഉണർത്തുകയാണ്. വ്യത്യസ്തങ്ങളായ പ്രബോധന പ്രവർത്തനങ്ങൾ സമൂഹശ്രേണിയിലെ വിവിധ തരക്കാരായ ആളുകളെ ലക്ഷ്യം വെച്ചുകൊണ്ട് യുക്തിപൂർവം
യുക്തിചിന്തയോടുകൂടി മുന്നോട്ടു പോകുന്ന നമുക്ക് ഇത്തരം പ്രബോധന പ്രവർത്തനങ്ങളെ ഏറ്റെടുക്കാനും അതിൽ പങ്കാളികളാവാനും സാധിക്കേണ്ടതുണ്ട്. ഇൻഷാ അല്ലാഹ് പട്ടാമ്പിയിൽ വെച്ച് കേരള ടീച്ചേഴ്സ് കോൺഫറൻസ് എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം നടക്കാൻ പോവുകയാണ്. കേരളത്തിലെ അധ്യാപകർക്ക് വേണ്ടിയും അധ്യാപികമാർക്ക് വേണ്ടിയുമാണ് ആ ഒരു പ്രോഗ്രാം നടത്തുന്നത്. അവരിൽ ഒരാൾ നന്നായാൽ 10 തലമുറക്കാണ് വെളിച്ചം കിട്ടുക. ഇന്ന് ഏറ്റവും കൂടുതൽ അരുതായ്മകളും തിന്മകളും നിറഞ്ഞത് വിദ്യാലയാന്തരീക്ഷങ്ങളിലാണോ എന്ന് സംശയിക്കപ്പെടുകയാണ്. ഒരു വിദ്യാലയം തുറന്നാൽ 1000 ജയിലുകൾ അടച്ചുപൂട്ടുമെന്നതാണ് പഴമൊഴിയെങ്കിൽ ഒരു വിദ്യാലയം തുറന്നാൽ 1000 ജയിലുകൾ തുറക്കപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് കുട്ടികൾ അവരുടെ അവസ്ഥകൾ വഴിമാറിപ്പോകുന്ന ഒരു ദുരന്തത്തിന്റെ സാഹചര്യത്തിൽ അവർക്ക് വഴികാട്ടികളായി, അവർക്ക് മെന്റേഴ്സായി, അവർക്ക് ശരിയായ ദിശാബോധം നൽകി അവരിലെ മനുഷ്യത്വത്തെയും മനുഷ്യനെയും ശരിയെയും തിരിച്ചു കൊണ്ടുവരാനുള്ള പ്രയത്നം നടത്തുന്നതിൽ നിർണായക പങ്കുവഹിക്കുന്നവരാണ് സമൂഹത്തിലെ അധ്യാപകർ. അവരുടെ മുന്നിലൂടെ കടന്നു പോകുന്നത് ഏറ്റവും ചുരുങ്ങിയതൊരു സർവീസ് കാലം 10 തലമുറകളാണ്. അതുകൊണ്ട് തന്നെ ആ തലമുറകൾക്ക് വെളിച്ചം നൽകുന്ന അധ്യാപകരെ സമൂഹത്തിൽ കണ്ടെത്തി അവർക്ക് അവരുടെ ജീവിതത്തിലേക്ക് ഏറ്റവും വലിയ ശരിയെ പകർന്നു നൽകുന്ന ദൗത്യമാണ് ഇൻഷാ അല്ലാഹ് ഈ ഞായറാഴ്ച രാവിലെ 9 മണി മുതൽ പട്ടാമ്പിയിൽ വെച്ച് നമ്മൾ സംഘടിപ്പിക്കുന്നത്. ആ പ്രോഗ്രാമിലേക്ക് ഈ സദസ്സിലിരിക്കുന്ന മുഴുവൻ അധ്യാപകരെയും ഞാൻ പ്രത്യേകമായി ക്ഷണിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഇൻഷാ അല്ലാഹ് നമുക്ക് പരിചയമുള്ള ടീച്ചേഴ്സിന് ഈ വിവരമറിയിക്കുകയും ഈ രംഗത്ത് അവർക്ക് അറിവും കാഴ്ചപ്പാടും നൽകണം. നമ്മുടെ അമുസ്ലിമീങ്ങൾ വരെ നമ്മുടെ ഈ പ്രോഗ്രാമിൽ വന്നു പോവുകയും വളരെ നല്ല ഫീഡ്ബാക്കോടുകൂടി ഇനി നിങ്ങൾ നടത്തുമ്പോൾ ജീവിതത്തിൽ ഇന്നേ വരെ ഇത്തരത്തിലുള്ള ഒരു വെളിച്ചം നൽകുന്ന ക്ലാസുകൾ ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ലെന്ന് സാക്ഷ്യപ്പെടുത്തുന്നവർ ഈ പറയുന്ന കൂട്ടായ്മയിലില്ലാത്തവരാണ്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഇതിന്റെ ഗുണഫലങ്ങൾ ആ ഒരു ദിവസത്തെ നമുക്ക് പ്രയോജനപ്പെടുത്താൻ നമുക്ക് സാധിക്കണമെന്ന് പ്രത്യേകം ആ ഒരു പ്രോഗ്രാമിന്റെ ഗൗരവം ഓർത്തുകൊണ്ട് ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്തരം ദൗത്യത്തിൽ നിറഞ്ഞു നിൽക്കാനും പടച്ച റബ്ബിന്റെ ദീനിനെ ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കാനുമുള്ള പരിശ്രമത്തിൽ ഭാഗവാക്കാവാനും നമ്മെ എല്ലാവരെയും അല്ലാഹു സുബ്ഹാനഹു വ തആല സഹായിക്കുമാറാവട്ടെ. അറിഞ്ഞോ അറിയാതെയോ വന്നുപോയ അനവധി നിരവധി പാപങ്ങളുണ്ട്. പടച്ചവനെ എല്ലാം ഞങ്ങളോട് നീ വിട്ടുപുറത്തു മാപ്പാക്കി നൽകണമേ അല്ലാഹ്. ഞങ്ങളുടെ തെറ്റുകളും കുറ്റങ്ങളും ഞങ്ങളോട് പൊറുക്കണമേ റഹ്മാനെ. അറിഞ്ഞോ അറിയാതെയോ നിരവധി പാപങ്ങൾ ചെറുതും വലുതുമായി സംഭവിച്ചിട്ടുണ്ടല്ല. മരിക്കും മുമ്പ് ഞങ്ങൾക്ക് നീ പാപമോചനം തന്ന് അനുഗ്രഹിക്കണമേ അല്ലാഹ്. പടച്ചവനെ സാമ്പത്തിക പരാധീനതകൾ കൊണ്ടും കടം കൊണ്ട് വീർപ്പുമുട്ടുന്നവരും ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട്. ഞങ്ങളുടെ കടം നീ വീട്ടിത്തരണമേ അല്ലാഹ്. നിന്റെ കാരുണ്യത്തിന്റെ നോട്ടം ഞങ്ങൾക്ക് നേരെ നോക്കണമേ അല്ലാഹ്. ഞങ്ങളുടെ ജോലിയിലും കൂലിയിലും ഉപജീവനത്തിലും നീ അനുഗ്രഹം ചൊരിയണമേ അല്ലാഹ്. ശാരീരികമായ രോഗങ്ങൾ കൊണ്ട് ആശുപത്രിയിൽ നിന്ന് ആശുപത്രികളിലേക്ക് സഞ്ചരിക്കാൻ വിധിക്കപ്പെട്ട പാവങ്ങൾ ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട്. മാരക രോഗങ്ങളിൽ നിന്നും മാറാരോഗങ്ങളിൽ നിന്നും ഞങ്ങളെ രക്ഷപ്പെടുത്തണമേ അല്ലാഹ്. ഇത്തരം പരീക്ഷണങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരവസ്ഥയില്ലാത്ത വിധം ഞങ്ങളോട് കരുണ കാണിക്കണം റഹ്മാനെ. ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടവർ ഇന്ന് ബർസഖിന്റെ ലോകത്താണ്. പ്രിയപ്പെട്ട ഉമ്മ, പ്രിയപ്പെട്ട ഉപ്പ, കൂടപ്പിറപ്പുകൾ, ഇഷ്ടഭാജനങ്ങൾ, അവരുടെ കബറിടം നീ സ്വർഗത്തോപ്പാക്കി കൊടുക്കണമേ അല്ലാഹ്. അവരുടെ എല്ലാ തെറ്റുകുറ്റങ്ങളെയും അവർക്ക് നീ പുറത്തു കൊടുക്കണമേ റഹ്മാനെ. അല്ലാഹുവേ, ലോകത്തിന്റെ മുക്കുമൂലകളിൽ മുസ്ലിമീങ്ങളായതിന്റെ പേരിൽ മാത്രം പീഡിപ്പിക്കപ്പെടുന്നവരും ഉപദ്രവിക്കപ്പെടുന്നവരും ജയിലിൽ അടക്കപ്പെടുന്നവരും ബലാത്സംഗത്തിനിരയാവുന്നവരുമുണ്ട്. അല്ലാഹുവേ, പലസ്തീൻ അടക്കം സുഡാൻ അടക്കം ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ പ്രയാസപ്പെടുന്ന ഈ സമൂഹത്തിന് ആകാശ ലോകത്തു നിന്നുള്ള നിന്റെ സഹായം ഇറക്കി കൊടുക്കണമേ റഹ്മാനെ. അവർക്ക് രക്ഷയും സമാധാനവും കൊടുക്കണമേ അല്ലാഹ്. നിർഭയത്വമുള്ള ഒരു മണ്ണ് കൊടുക്കണമേ അല്ലാഹ്. നിരപരാധികളെയും നിരാലംബരെയും ഉപദ്രവിക്കുന്നവരെ നീ അടക്കുന്നേ അല്ലാഹ്. അവരുടെ കുതന്ത്രങ്ങളെ നീ പരാജയപ്പെടുത്തണമേ അല്ലാഹ്. അവർ തൊടുത്തുവിടുന്ന ആയുധങ്ങളെ അവരിലേക്ക് തന്നെ നീ തിരിച്ചയക്കണമേ അല്ലാഹ്. ഒരു വിഭാഗം സ്വർഗത്തിലേക്കും മറ്റൊരു വിഭാഗം നരകത്തിലേക്കും പോകുമ്പോൾ സ്വർഗ പൂങ്കാവനത്തിലേക്ക് പോകുന്നവരുടെ കൂട്ടത്തിൽ ഞങ്ങളെയും ഞങ്ങളുടെ കുഞ്ഞുമക്കളെയും മാതാപിതാക്കളെയും ഭാര്യ സന്താനങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമേ അല്ലാഹ്. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻകും വൽ അംവാത്ത്. റബ്ബനാ തഖബ്ബൽ മിന്നാ ദുആനാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.